ഹേ ഗായ്സ്, എല്ലാവർക്കും അസ്ലം വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ അലോട്ട്മെൻറ്റിനെ കുറിച്ചാണ്. എല്ലാ വിദ്യാർത്ഥികളും കമൻറ്റായി ചോദിച്ചിരുന്ന കാര്യമാണ്. ഇനി അലോട്ട്മെൻറ്റ് കാണുമോ, ഇനി അലോട്ട്മെൻറ്റ് ഉണ്ടോ, ഇനി എന്നാണ് എന്നൊക്കെ ഒരു കാര്യത്തിൽ അന്തിമ തീരുമാനമായി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിലവിൽ 7/10/2024 7ാം ഘട്ട അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി വിദ്യാർത്ഥികൾ പേയ്മെൻറ്റ് നടത്തേണ്ട ദിവസം ആകെ 2 ദിവസം മാത്രമേ ഉള്ളൂ. 7/10/2024 8/10/2024, അതായത് ഇന്ന് 3 മണി വരെയാണ് പേയ്മെൻറ്റ് നടത്തേണ്ട അവസാന തീയതി. അതുകൊണ്ട് തന്നെ പുതുതായി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളെല്ലാം ഇന്ന് തന്നെ പേയ്മെൻറ്റ് നടത്താൻ ശ്രമിക്കുകയില്ല. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടുന്നതാണെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 10/10/2024 മുമ്പ് എല്ലാ വിദ്യാർത്ഥികളും കോളേജിൽ ജോയിൻ ചെയ്യണം. ഒന്നെങ്കിൽ 10/10/2024 അതിന് മുമ്പത്തുള്ള ദിവസങ്ങളായി നിങ്ങൾ പോയി കോളേജിൽ ജോയിൻ ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പ്രിൻ്റ് ഔട്ടും പിന്നെ നിങ്ങളുടെ ഹോം പേജിലെ പ്രിൻ്റ് ഔട്ടും പിന്നെ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് കൊടുത്ത് അതിൻ്റെ എല്ലാം ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു കോളേജിലാണ് ജോയിൻ ചെയ്തിരുന്നിട്ട് പിന്നീട് ഇവിടെ കിട്ടുകയാണെങ്കിൽ അവിടുന്ന് NOC മേടിച്ച് അവിടുത്തെ ഡോക്യുമെൻറ്റ്സ് എല്ലാം മേടിച്ച് ഈ പുതിയതായി കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടതാണ്. അത് 10/10/2024 പോയി ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കിട്ടിയ സീറ്റ് നഷ്ടമാവുകയും പിന്നീട് ഒരു അലോട്ട്മെൻറ്റ് LBS വഴി നടക്കുന്നത് പിന്നീട് ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ NRI സീറ്റ് ലഭിച്ച വിദ്യാർത്ഥികളെല്ലാം NRI സീറ്റിന് വേണ്ടിയുള്ള ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോയാണ് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടത്. ഇനി മൊത്തം ഒരു 9 അലോട്ട്മെൻറ്റ് ഉണ്ടാവും എന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത്. ഇനി അടുത്തതായി നടക്കാൻ പോകുന്ന 7ാം ഘട്ട അലോട്ട്മെൻറ്റ് NRI സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ്. സ്പോട്ട് അലോട്ട്മെൻറ്റ് ഫോർ NRI സീറ്റിലേക്കാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. അത് 14/10/2024 നടക്കുന്നത്. ഓരോ NRI സീറ്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഓരോ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്ററിലാണ് ചെല്ലാൻ. എല്ലാ ജില്ലയിലും ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ നിന്ന് എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാം. ആകെ 12 ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും അടുത്തെത്താൻ സാധിക്കുന്നതും പിന്നെ അറിയാൻ സാധിക്കുന്നതും ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ പോയാൽ മതിയാവും. ഏത് സെൻറ്ററിൽ നിന്നും നിങ്ങൾക്ക് ഏത് കോഴ്സിലും കോളേജിലും വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും NRI സീറ്റിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ അവർക്ക് എല്ലാവർക്കും NRI ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോളേജിൻ ഡേറ്റായി 16/10/2024 പറയുന്നത്. NRI സ്പോട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചതിന് ശേഷം 16/10/2024 നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കണം. നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾക്ക് ആ സീറ്റും കോഴ്സും മാറ്റാൻ സാധിക്കില്ലെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും അത് ശ്രദ്ധിച്ച് വേണം ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടത്. പിന്നെ അതിൻ്റെ ഏതൊക്കെ സീറ്റിനാണ് വേക്കൻസി ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി വെബ്സൈറ്റിൽ ആ ദിവസം പ്രസിദ്ധീകരിക്കുകയും അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയും ചെയ്യും. അവിടെ ചെന്ന് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് ആവശ്യമുള്ള കോഴ്സിനും കോളേജിലേക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇഷ്ടമുള്ള കോഴ്സും കോളേജും വേണം സെലക്ട് ചെയ്യാൻ. കാരണം ഫൈനൽ അലോട്ട്മെൻ്റ് ആയിരിക്കും NRI സീറ്റിലേക്ക് വേണ്ടിയുള്ള. അതുകൊണ്ട് കിട്ടിയ സീറ്റിൽ പോയി ജോയിൻ ചെയ്യേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് എല്ലാവരും ആവശ്യമുള്ള കോഴ്സും കോളേജും വേണം രജിസ്റ്റർ ചെയ്യേണ്ടത്. ആ സമയത്ത് തന്നെ 14/10/2024 മുതൽ 15/10/2024 വരെ ഓപ്ഷൻ ഫോർ ഓൺലൈൻ ജനറൽ അലോട്ട്മെൻറ്റിന് വേണ്ടി നടക്കുന്നത്. അതായത് 8ാം ഘട്ട അലോട്ട്മെൻറ്റ് ജനറൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഈ സമയത്ത് നടക്കുന്നുണ്ട്. 14/10/2024 മുതൽ 15/10/2024 വരെയാണ് നടക്കുന്നത്. ഈ സമയത്ത് എല്ലാ കാറ്റഗറിക്കാർക്കും പങ്കെടുക്കാൻ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം സെറ്റാക്കി വയ്ക്കുന്നതാണ് നല്ലത്. ഈ അലോട്ട്മെൻറ്റ് എല്ലാ കാറ്റഗറിക്കാർക്കും പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് മുൻപ് നിങ്ങൾ കോളേജിൽ ഏതെങ്കിലും അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ NOC മേടിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ഈ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. മുമ്പത്തെ പോലെ തന്നെ കഴിഞ്ഞ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നത് പോലെ തന്നെ ഈ അലോട്ട്മെൻറ്റിലും പങ്കെടുക്കുന്ന വേക്കൻസി ലിസ്റ്റ് പിന്നീട് പ്രസിദ്ധീകരിക്കും. അതിനുശേഷം കോളേജ് ജോയിനിങ് ഡേറ്റ് ആയിട്ട് പറയുന്നത് 18/10/2024 മുൻപായി നിങ്ങൾ കോളേജ് ജോയിൻ ചെയ്യണമെന്നാണ് പറയുന്നത്. അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 16/10/2024 വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അതിനുശേഷം വേണ്ടി നടക്കുന്ന സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ്. SC/ST സ്റ്റുഡൻസിന് മാത്രം വേണ്ടി, കാൻഡിഡേറ്റ്സിന് മാത്രം നടക്കുന്ന സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ്. 21/10/2024 ആ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. മുൻപ് SC/ST സ്റ്റുഡൻസിന് ആ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ട് ഇങ്ങനെയൊക്കെയാണെന്ന് വിദ്യാർത്ഥികൾ അറിയാൻ സാധിക്കുന്നതാണ്. 12 ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സുകളിൽ ഏത് ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ ചെന്നാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. വേക്കൻ്റായ കോഴ്സും കോളേജും വേണം വയ്ക്കാം. പിന്നെ ഇഷ്ടപ്പെട്ട കോഴ്സും കോളേജും വേണം വയ്ക്കാം. എന്നാലും ലഭിച്ചാൽ നിങ്ങൾ പോയി ജോയിൻ ചെയ്യുമെന്ന് പഠിക്കുമെന്ന് ഉറപ്പുള്ള കോഴ്സും കോളേജും വയ്ക്കാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പോയി പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് SC/ST സ്റ്റുഡൻസിന് 2ാമത്തെ സ്പോട്ട് അലോട്ട്മെൻറ്റാണ് നടക്കുന്നത്. 21/10/2024 നടക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ കോളേജ് ജോയിൻ ഡേറ്റ് ആയിട്ട് പറയുന്ന 22/10/2024 വരെയാണ് SC/ST സ്റ്റുഡൻസിൻ്റെ കോളേജ് ജോയിനിങ് ഡേറ്റ് ആയിട്ട് പറയുന്നത്. ഇതിനുശേഷം വേക്കൻസി സീറ്റ് ഉണ്ടെങ്കിൽ ഇനി ഒരു അലോട്ട്മെൻറ്റ് കാണുമെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്.
അതുകൊണ്ട് വിദ്യാർത്ഥികൾ എല്ലാം ഈ മാക്സിമം അലോട്ട്മെൻറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കണം. കുറഞ്ഞ ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥികളെല്ലാം മാക്സിമം കോഴ്സും കോളേജും അതിൽ പോയി പഠിക്കുമെന്ന് താല്പര്യമുള്ള കോഴ്സും കോളേജും കോഴ്സുകൾ നേഴ്സിംഗ് മാത്രം വയ്ക്കാതെ വേറെ ഇഷ്ടംപോലെ കോഴ്സുണ്ട്. ഏതൊക്കെ കോഴ്സ് ചെയ്യണമെന്ന് വെച്ചാൽ അതനുസരിച്ച് വെക്കണം. ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത ഒരു കാര്യമാണ് പറയുന്നത്. അവരെല്ലാവരും അവസാനം എടുത്തേക്കുന്ന ഇൻഡെക്സ് മാർക്കൊക്കെ നോക്കി ഏതാണ് കോളേജിൽ കിട്ടാൻ സാധ്യത അങ്ങനെ വേണം സീറ്റായി അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു കോഴ്സിലേക്ക് മാത്രം വച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ കാര്യമില്ല. അതുകൊണ്ട് എല്ലാ കോഴ്സിനും മാക്സിമം വേണ്ടിയുള്ള എല്ലാ കോഴ്സും വയ്ക്കാൻ ശ്രമിക്കുന്നത്. ഇത് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥിയുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ വേണം കോഴ്സും കോളേജും സെലക്ട് ചെയ്യാൻ. പിന്നീട് NOCയുടെ കാര്യം നിർബന്ധമാണെന്ന് വെബ്സൈറ്റിൽ പറയുന്നു. സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഗവൺമെൻറ് കോളേജിൽ ലഭിച്ച വിദ്യാർത്ഥികൾ NOC അപ്ലോഡ് ചെയ്യേണ്ട എന്ന് വെബ്സൈറ്റിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് NOC മേടിച്ചിട്ട് മാത്രം നിങ്ങൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇരിക്കുക. അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതിന് ശേഷം ആ സീറ്റ് നഷ്ടമാവുകയും എന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. NOC നിർബന്ധമാണെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ വിദ്യാർത്ഥികൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട്. NRI സീറ്റിലോട്ട് ആവശ്യമില്ലാത്ത വിദ്യാർത്ഥികൾ NRI സീറ്റൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ തന്നെ വെളിയിലാവാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്യാതിരുന്നാൽ പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ സീറ്റിൻ്റെ കോട്ട നോക്കിയിരിക്കണം. NRI സീറ്റാണോ ജനറൽ സീറ്റാണോ എന്നെല്ലാം നോക്കി വേണം സെലക്ട് ചെയ്യാൻ. NRI സീറ്റ് വേണ്ടാത്തൊരു വിദ്യാർത്ഥി NRI സീറ്റ് വെച്ചാൽ പിന്നെ അവിടെ പോയി ജോയിൻ ചെയ്ത് പഠിക്കാതിരുന്നാൽ നിങ്ങൾക്ക് പിന്നീട് ഒരു അലോട്ട്മെൻറ്റിലും പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും അത് ശ്രദ്ധിച്ച് വേണം ഓപ്ഷൻ രജിസ്ട്രേഷൻ വയ്ക്കേണ്ടത്. പിന്നീട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. താങ്ക് യു.